ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 ജൂൺ 11 വ്യാഴാഴ്ച പരമ ഏകാദശിയാണ്. 3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഏകാദശിയാണിത്. 3 വർഷത്തിൽ ഒരിക്കലാണ് പുരുഷോത്തമ മാസം അല്ലെങ്കിൽ അധികമാസം വരുന്നത്. 2 ഏകാദശികൾ ഈ അധികമാസത്തിൽ വരുന്നു. അതിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഈ പരമ ഏകാദശി. പരമ ഏകാദശി ആചാര അനുഷ്ഠാനങ്ങളോടെ നമ്മൾ ആചരിക്കുകയാണെങ്കിൽ അളവറ്റ ധനം നമുക്ക് ലഭിക്കുന്നതാണ്. സൗഭാഗ്യം, ഐശ്വര്യം, സമ്പത്ത്, പുത്രഭാഗ്യം എന്നിവയെല്ലാം ഭൗതിക ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഭഗവാൻ നമുക്ക് തരുന്നതാണ്. ഭൗതിക ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് കുബേരന് തുല്യം ജീവിച്ച് ജീവിതാവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഏകാദശി ദിവസം, അതായത് ജൂൺ 11 പുലർച്ചെ 12:58 ആരംഭിച്ച് അന്നേ ദിവസം രാത്രി 10:36 വരെയാണ്. ഏകാദശി തിഥി പുലർച്ചെ ഉള്ളതുകൊണ്ട് വ്യാഴാഴ്ച ജൂൺ 11 ഏകാദശിയായി ആചരിക്കുന്നത്. പുരുഷോത്തമ മാസത്തിൽ നാം ചെയ്യുന്ന വിഷ്ണു പൂജാദികൾക്കും നാമജപത്തിനും വ്രതത്തിനും ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. ഏകാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പുതിയതായി ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാനത് ഒന്നുകൂടെ പറയാം. ഏകാദശി വ്രതം 3 ദിവസങ്ങളിലായാണ് നാം ആചരിക്കുന്നത്. ദശമി, ഏകാദശി, ദ്വാദശി. ഈ 3 ദിവസങ്ങളിലും നാം വ്രതം ആചരിക്കേണ്ടതാണ്. ദശമി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് ദീപം കൊളുത്തി ഭഗവത് നാമങ്ങൾ ജപിക്കേണ്ടതാണ്. നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം, ഹരിനാമകീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന് പൂജ ചെയ്യേണ്ടതും ഭഗവാന് മാല ചാർത്താനുമുള്ള തുളസിയിലകൾ നമ്മൾ വീട്ടിൽ നിന്ന് പറിക്കുകയാണെങ്കിൽ അത് ദശമിക്ക് തന്നെ കളക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഏകാദശിക്ക് തുളസിയിലകൾ പറിക്കുവാൻ പാടില്ല. ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത്. ദശമി ദിവസം ഒരിക്കലാണ് പച്ചരി ചോറ് ഉച്ചയ്ക്ക് വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. രാവിലെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഗോതമ്പോ റവയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് രാവിലെ കഴിക്കാവുന്നതാണ്. എന്നാൽ അരി ആഹാരം ഒരു നേരം മാത്രം കഴിക്കുക. അതാണ് ഒരിക്കലൂണെന്ന് പറയുന്നത്. നോൺ വെജ് യാതൊന്നും തന്നെ ഈ 3 ദിവസങ്ങളിലും, അതായത് ദശമി, ഏകാദശി, ദ്വാദശി, ഈ 3 ദിവസങ്ങളിലും നോൺ വെജ് ഭക്ഷണങ്ങൾ യാതൊന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ചായ, കോഫി, ഉള്ളി, വെളുത്തുള്ളി ഈ 4 മാറ്റിവെക്കുന്നതും വളരെ നല്ലതാണ്. കാരണം സാത്വികമായ ഭക്ഷണങ്ങൾ മാത്രം വ്രതം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ കഴിക്കേണ്ടതാണ്. ഏകാദശി ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് നെയ്വിളക്ക് 5 തിരിയിട്ട് കൊളുത്തി ഭഗവത് നാമങ്ങൾ ജപിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശി ദിവസം നിർജ്ജലമായി നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്, ജലം പോലും കുടിക്കാതെ. എന്നാൽ പാലും പഴങ്ങളും കഴിച്ച് നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ പാല് മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏകാദശി വ്രതഭക്ഷണങ്ങളുണ്ട്, അതായത് ഫ്രൂട്ട്സ്, ചൗരി, കപ്പലണ്ടി, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ മിതമായി കഴിച്ച് നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. എന്നാൽ യാതൊരുവിധ ധാന്യങ്ങളും ഏകാദശിക്ക് കഴിക്കുവാൻ പാടില്ല. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് 100 ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. ഹരിവാസര സമയം ആരംഭിക്കുന്നത്
ഏകാദശി ദിവസം, അതായത് 11-ാം തീയതി വൈകുന്നേരം 5:08-നും 12-ാം തീയതി പുലർച്ചെ 3:47-നും മധ്യയാണ് ഹരിവാസര സമയം. വൃദ്ധർ, കൊച്ചുകുട്ടികൾ, ഗർഭിണികൾ, രോഗികൾ ഇവരാരും തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. എന്നാൽ ഇവരെല്ലാവരും കഴിയുന്ന രീതിയിൽ, അതായത് നോൺ വെജ് ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് കുളിച്ച് ശുദ്ധമായി ഭഗവത് നാമങ്ങൾ ജപിച്ച് മിതമായി ഭക്ഷണങ്ങൾ കഴിച്ച് ഇവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ, അതായത് ആരോഗ്യമുള്ളവർ ഏകാദശി വ്രതം എങ്ങനെയാണോ അനുഷ്ഠിക്കുന്നത് അതുപോലെ എടുത്തില്ലെങ്കിൽ പോലും എല്ലാ ഫലങ്ങളും ഇവർക്കും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പരമ ഏകാദശിയുടെ വ്രതകഥ മനസ്സിലാക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പത്മപുരാണത്തിൽ കാണുന്നത്. വളരെ പണ്ട് കാമ്പല്യ എന്ന നഗരത്തിൽ സുമേധ എന്ന ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പത്നിയും താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി പവിത്ര വളരെ ഭക്തയും ദാനശീലയും ആയിരുന്നു. നന്മ നിറഞ്ഞ ഈ ദമ്പതികൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഭിക്ഷാടനത്തിന് പോയാൽ പോലും ഒരു നേരത്തെ ആഹാരം അവർക്ക് ലഭിച്ചിരുന്നില്ല. പല ദിവസങ്ങളിലും അവർ പട്ടിണി കിടന്നിരുന്നു. എന്നാലും ആ നന്മയും സ്നേഹവും മറ്റുള്ളവരോടുള്ള ദയാവായ്പും ഭഗവാനോടുള്ള ഉത്കൃഷ്ടമായ ഭക്തിയും കൈവടിഞ്ഞില്ല. അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഇവർ ഏറെ ശ്രദ്ധിച്ചിരുന്നു. എന്തെങ്കിലും ആഹാരം അവർക്ക് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു അതിഥി വീട്ടിൽ വന്നാൽ ആ ആഹാരം പോലും ആ അതിഥിക്ക് നൽകിയിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു ഇവർ. അങ്ങനെ ജീവിതം കഴിഞ്ഞു പോകുമ്പോൾ ഒരു ദിവസം കൗണ്ഡില്യ മഹർഷി ഇവരുടെ ഭവനത്തിൽ എത്തി. അദ്ദേഹം ഇവരുടെ സങ്കടം കണ്ട് ഇപ്രകാരം അവരോട് പറഞ്ഞു: നിങ്ങൾ രണ്ടുപേരും പരമ ഏകാദശി, അതായത് പുരുഷോത്തമ മാസത്തിലെ പരമ ഏകാദശി അനുഷ്ഠിക്കണം. വളരെ ഭക്തിയോട് ആചാരാനുഷ്ഠാനങ്ങളോടെയും ജാഗരണത്തോടെയും ഉറക്കമൊഴിഞ്ഞ്, രാത്രിയിലിരിക്കുന്നതാണ് ജാഗരണം, അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് നിങ്ങൾ ഈ വ്രതം എടുത്ത് ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യപീഠകളെല്ലാം നീങ്ങി സകല സൗഭാഗ്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതാണെന്നും മഹർഷി അവരെ ഉപദേശിച്ചു. അങ്ങനെ ഈ ദമ്പതികൾ ഭക്തിയോടും ആചാര അനുഷ്ഠാനങ്ങളോടും പരമ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. പാരണ വീട്ടി എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഭക്തിപൂർവം പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഭവിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കുബേരദേവൻ്റെ അനുഗ്രഹവും ഇവർക്ക് ലഭിച്ചു. അങ്ങനെ ഭൗതിക ജീവിതത്തിൽ ഇവർ വളരെ സന്തോഷത്തോടും സമ്പൽ സമൃദ്ധിയോടും ഒരുപാട് നാൾ ജീവിച്ച് ജീവിതാവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? എത്ര കഷ്ടപ്പാടുകൾ, എന്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം തരണം ചെയ്ത് ഭക്തി കൈവിടാതെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഭൗതിക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരും കഷ്ടതകൾ അനുഭവിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് കഷ്ടപ്പാടുകൾ. അങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മൾ ഈശ്വര നാമം കൈവിടാതെ പ്രാർത്ഥനയോടെ ഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിച്ച് നന്മകൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സകല ദുഃഖങ്ങളും ഭഗവാൻ മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും തന്ന് നമുക്ക് ജീവിതാവസാനത്തിൽ മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പരമ ഏകാദശി, അതും പുരുഷോത്തമ മാസത്തിലെ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. വളരെ ശ്രേഷ്ഠമാണ് പരമ ഏകാദശി. ഈ ഏകാദശി അനുഷ്ഠിക്കുക. സന്താനങ്ങൾക്കും വളരെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ ഏകാദശിയും മോക്ഷപ്രാപ്തിയോടൊപ്പം തന്നെ ഭൗതിക സുഖങ്ങളും നൽകുന്നതാണ്. ഈ പരമ ഏകാദശി അനുഷ്ഠിക്കുന്ന നിങ്ങളെല്ലാവരും പഞ്ചരാത്രി വ്രതം കൂടെ അനുഷ്ഠിച്ചാൽ വളരെ ഉത്കൃഷ്ടവും വളരെ സൗഭാഗ്യങ്ങളും നമുക്ക് തരുന്നതാണ്. അതായത് പുരുഷോത്തമ മാസത്തിൽ യാതൊരു വ്രതവും അനുഷ്ഠിക്കാത്തവർ ഈ അവസാന 5 ദിവസം ഏകാദശിയിൽ തുടങ്ങി അമാവാസി വരെ ഉള്ള ആ 5 ദിവസവും
വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. വളരെ ചെറിയ രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. മാംസാഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച്, നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ചിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം എടുക്കുക. ഒരിക്കലായി എടുത്താൽ അത് വളരെ നല്ലതാണ്. രാവിലെയും രാത്രി നമുക്ക് ഗോതമ്പ് കഴിച്ചിട്ട് ലഘുവായ രീതിയിൽ ഉച്ചയ്ക്ക് പച്ചരി ചോറ് വെച്ച് കഴിച്ച് നമുക്ക് ഈ 5 ദിവസവും പഞ്ചരാത്രി വ്രതവും എടുക്കാം. ഏകാദശിക്ക് പൂർണ്ണ ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർ അത് അനുഷ്ഠിക്കുക. അല്ലെങ്കിൽ മിതമായ ലഘുഭക്ഷണങ്ങൾ, നമ്മൾ ഏകാദശിക്കെന്നും കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഫ്രൂട്ട്സ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, കപ്പലണ്ടി, ചൗവരി, പാലുൽപ്പന്നങ്ങൾ ഇതെല്ലാം കഴിച്ച് മിതമായി ഭക്ഷിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി അന്നെടുക്കാം. പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലതാണ്, അതനുഷ്ഠിക്കുക. ജാഗരണം ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. ജാഗരണം എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിയുന്നതാണ്. രാത്രിയിൽ ഏകാദശി അന്ന് ഉറക്കമൊഴിഞ്ഞ് നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ സകല സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ദാനം ചെയ്യുക. ഈ മാസത്തിൽ പുരുഷോത്തമ മാസത്തിലെ ദാനത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത്. നമ്മളെക്കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വളരെ കഷ്ടത അനുഭവിക്കുന്നവരെ നമുക്ക് സഹായിക്കാനൊക്കെ സാധിക്കുമെങ്കിൽ അത് വളരെയധികം പുണ്യമാണ്. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. വ്രതം അവസാനിപ്പിക്കുന്നതാണ് പാരണം. വ്രതം കൃത്യസമയത്ത് തന്നെ നമ്മൾ അവസാനിപ്പിക്കുവാൻ ശ്രദ്ധിക്കണം. തുളസി തീർത്ഥം സേവിച്ച് അമ്പലത്തിൽ പോയിട്ടാണെങ്കിൽ ആ സമയം അമ്പലത്തിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് തുളസി തീർത്ഥം, അവിടെ നിന്ന് കിട്ടുന്ന തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിച്ച് വ്രതകഥ കേട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട്. വാലായ്മ ഉള്ളവർ റൂമിലിരുന്ന് ഏകാദശിക്കും പ്രാർത്ഥിക്കുക. ഭഗവത് നാമങ്ങൾ ജപിക്കാം. എന്നാൽ വിളക്കിനടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. പാരണ വിടുന്ന സമയത്തും അതുപോലെ തന്നെ റൂമിലിരുന്ന് ഭഗവത് നാമങ്ങൾ ജപിച്ച് ശുദ്ധമായ ജലം സേവിച്ചുകൊണ്ട് പാരണ വിടാവുന്നതാണ്. അങ്ങനെ വ്രതം അവസാനിപ്പിക്കാം. ഈ ചാനലിൽ നാരായണീയം പഠന ക്ലാസ്സുണ്ട്. നാരായണീയത്തിൻ്റെ നിങ്ങളെല്ലാവരും നാരായണീയം ക്ലാസ് കേൾക്കുക, പഠിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ പുരുഷോത്തമ മാസത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ആത്മീയമായ ഉന്നമനത്തിനും ഭൗതിക സുഖത്തിനും ഈ പുരുഷോത്തമ മാസത്തിലെ വ്രതാനുഷ്ഠാനം നമ്മളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.